നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവള് പറഞ്ഞത് കേട്ടില്ലേ, 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലെന്ന്. അതാ സത്യം. ഞാനതറിയാതെ പോയി. തെറ്റ്. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവുന്നത് എങ്ങനെ? പ്രസവിക്കാത്തത് കൊണ്ട് മാത്രം അമ്മ ആവാതെ ഇരിക്കുന്നില്ല ആരും. ഇവിടെ നോക്ക്, കർമ്മബന്ധം എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഈ ലോകത്ത്. ജന്മബന്ധത്തെക്കാൾ വലുതാ അത്. കർമ്മം കൊണ്ട് മനുഷ്യർക്ക് അന്യോന്യം ജ്യേഷ്ഠനാവാം, പെങ്ങളാവാം, അനിയനാവാം, അച്ഛനും അമ്മയും ആവാം. മനസ്സിലായോ നിനക്ക്? കടമ ചെയ്യാതെ പരസ്പരം ശത്രുതയോടെ യുദ്ധം ചെയ്യുന്ന എത്രയോ രക്തബന്ധങ്ങളുണ്ട് നമുക്കിടയിൽ. അവരെക്കാൾ ഒരുപാട് മുകളിലാണ് മോളെ കർമ്മബന്ധങ്ങളുടെ സ്ഥാനം. സീതമ്മ, അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്നെ സ്വന്തം അമ്മയായിട്ടല്ലേ കരുതുന്നത്? എന്ത് ബന്ധുവാ നമ്മൾ തമ്മിലുള്ളത്? അത് നീ പറഞ്ഞേ കേക്കട്ടെ. ഒന്നുമില്ല. എന്നിട്ടും പൊക്കിൽ കൂടി ബന്ധമില്ലാതെ എനിക്കറിയാം നിങ്ങളൊക്കെ എന്റെ മക്കളാണെന്ന്. അതുപോലെ ആരൊക്കെ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും മനസ്സുകൊണ്ട് ഒരു തിരിച്ചറിവ് മതി ആരതിയും ആരെയും നിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കാൻ. അവരെന്റെ മക്കള് തന്നെയാ സീതമ്മ. അല്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും അവർക്ക് വേണ്ടി ഞാൻ എന്റെ പ്രാണം വരെ കൊടുക്കാൻ തയ്യാറാ എപ്പോഴും. ആണല്ലോ. അപ്പൊ പിന്നെ മക്കളെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അച്ഛനമ്മമാരല്ലേ ക്ഷമിക്കേണ്ടത്? നീ അത് ക്ഷമിച്ചേളാ. അത് കഴിഞ്ഞു, അത്ര തന്നെ. എനിക്ക് അവളോട് ദേഷ്യമൊന്നും ഇല്ല സീതമ്മ. പറഞ്ഞ വാക്കുകള് ചങ്കില് കോർത്ത് കിടക്കുന്നതിന്റെ ഒരു പിടച്ചില്, അത്രയുള്ളൂ. അറിയാം, ചെറിയ കുട്ടിയല്ലേടി അവള്. ആഗ്രഹിച്ച പോലൊരു വിവാഹമല്ലല്ലോ നടന്നത്. എല്ലാവരോടും യുദ്ധം ചെയ്ത് നടന്നിട്ട് ഒരാവശ്യം വന്നപ്പോ ചോദിക്കാൻ മടി, ദുരഭിമാനം. അതാണ് ഇവിടെ ഇത്രയും വരുത്തി വെച്ചത്. ഫീസിന്റെ കാര്യമാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കില്ലേ സീതമ്മ? അവൾക്കൊരാവശ്യം വന്ന എന്റെ ചോരയൂറ്റി വിറ്റിട്ടാണെങ്കിലും ഞാനത് നടത്തി കൊടുക്കില്ലേ സീതമ്മ? എനിക്കറിയാം. പക്ഷേ സ്വന്തം കണ്ണുകെട്ടി നടക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകണ്ടേ? അവര് നോക്കുമ്പോ എല്ലായിടത്തും ഇരുട്ടാ. ആർക്കുമില്ല അടുപ്പം, എവിടെയില്ല വെളിച്ചം. അത്ര തന്നെ. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യണം സീതമ്മേ. തൽക്കാലം കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് പണയം വെക്കാം. പിന്നെ പിന്നെ നമുക്കെന്നാ പഴയ ബേക്കറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ? എന്റെ കൂടെ നിൽക്കാവോ സീതമ്മയ്ക്ക്? ഞാൻ നിക്കാം. പക്ഷേ നിനക്കിപ്പോ തന്നെ ആവശ്യത്തിൽ കൂടുതൽ തിരക്കുകളില്ലേ? അതിന്റെ കൂടെ പലഹാര യൂണിറ്റ് കൂടെ തുടങ്ങിയ ഉറങ്ങാൻ പോലും സമയം കിട്ടില്ലെന്ന് തീർച്ചയാ. നിർമ്മാണം, പാക്കിംഗ്, ഓർഡർ എടുക്കല്, അങ്ങനെ നിന്ന് തിരിയാൻ പറ്റാതെയാവും. സാരമില്ല, എങ്ങനെയായാലും അവളുടെ പഠിത്തം മുടങ്ങരുത്, അതേ എനിക്കുള്ളൂ. നല്ല മനസ്സാ മോളെ നിന്റെ. ഈശ്വരൻ നിനക്ക് നല്ലതേ വരുത്തൂ. ഈ നന്മ കാണാൻ ആ കുട്ടിക്ക് കണ്ണില്ലാതെ പോയി. ഈശ്വരൻ ക്ഷമിക്കട്ടെ അവളോട്. അത്രയുള്ളൂ എനിക്ക് പറയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.